പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഞാനത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അത് മറ്റുള്ളവർക്ക് ഇത് ചെയ്യണമെന്നൊന്നും ഞാൻ ആ വീഡിയോയിൽ അഭ്യർത്ഥിച്ചിട്ടില്ല. കാരണം കുറച്ച് ജനങ്ങളെങ്കിലും അത് കണ്ടിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അങ്ങനെ ഒരു ചേച്ചി അത് പറഞ്ഞിരുന്നു എന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ട് ഞാനിട്ട വീഡിയോ ആണ് അത്. പക്ഷെ ഇന്ന് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ വീഡിയോ എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആർക്കായാലും ഇതിൻ്റെ പ്രയോജനത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ. ആ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇത് കാലാകാലങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന മകരസംഗമം കഴിഞ്ഞ് മകരം 10 വരെ ഉള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രചണ്ഡമായ പ്രകൃതിയുടെ ഒരു വിശേഷമാണ്. അത് മേടം 1 കഴിഞ്ഞ് മേടം 10 വരെയും ആ ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഹിന്ദു ആരും മറ്റുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഹിന്ദുക്കളോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കർക്കടക മാസം നോമ്പെടുക്കാറുണ്ട് പണ്ടേയുള്ളവർ. അത് രാമായണ മാസമായിട്ടല്ല, അത് കർക്കടകത്തിൽ കുളിക്കുക എന്ന് പറയും. അതേപോലെ 41 ദിവസം ഈ 41 ദിവസത്തെ വ്രതം കഴിയുമ്പോഴാണ് ക്ഷേത്രങ്ങളിലും 41 ദിവസം ദേവീക്ഷേത്രങ്ങളിൽ അതുമായുള്ള പൂജകളും ശാസ്താവ് ക്ഷേത്രത്തിൽ തീയാട്ടെന്ന് പറയും. അങ്ങനെ പല ചടങ്ങുകളും അവിടെ നടന്ന് 41 ദിവസം എത്തുമ്പോഴാണ് അവിടെ വേലകൾ നടത്തുന്നത്. അത് സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഹിന്ദുവിന് പറഞ്ഞു കൊടുത്തില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. ഹിന്ദുവിന് അതറിയാമായിരുന്നു. കുടുംബത്തെ കാരണന്മാർ അത് പിന്നെ കുടുംബക്ഷേത്രങ്ങളുണ്ടായിരുന്നു. മുത്തപ്പൻ, വിഷ്ണുമായ, വീരഭദ്രസ്വാമി, ദേവികൾ കുടിവെച്ചു. പിന്നെ ഇവർ സേവ നടത്തിയിരുന്ന മുത്തപ്പന്മാരുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യും. ഇപ്പം ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഈ ദിവസം നാളത്തെ ഒരു ദിവസം വീടെല്ലാതും നാളെ ഇന്നുമായി ക്ലീൻ ചെയ്ത് ചാണകവെള്ളം തെളിക്കാൻ പറ്റുമെങ്കിൽ ചാണകവെള്ളം തെളിക്കുക. എന്നിട്ട് പുലർച്ചെ ഒരു 5 മണിയോടുകൂടി നിങ്ങളൊരു ദീപം കത്തിച്ചു വെച്ച് ഈ പ്രചണ്ഡ ശക്തി എല്ലാവരിലേക്കും എത്തിക്കാനും കുടുംബത്തിലും മക്കൾക്കും ഇതുവരെ നടന്നു പോയിട്ടുള്ള പൃഥുക്കൾക്ക് നമ്മളൊരു സങ്കല്പം ചൊല്ലി അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥന ചെയ്ത് അത് നമ്മൾ ആദ്യം അവസാനിപ്പിക്കണം. മരിച്ചുപോയ ആത്മാക്കൾക്ക് പ്രതിശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന. അത് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പത്തിൽ അവരാദ്യം കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ഗുരുക്കന്മാരെയും മറ്റുള്ളവരും പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെയും നമ്മളുടെ ഭർത്താക്കന്മാരെയും നമ്മുടെ കുടുംബത്തിലെ കൂടപ്പുറപ്പുകൾക്കോ ഇത് ചെയ്യാൻ കഴിയുന്നവർക്ക് എല്ലാവരോടും ഇത് ചെയ്യാൻ പറയുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശിവരാത്രി കഴിയുന്നവരെ ആ ഒരു ദീപം നമുക്ക് രാവിലെ കത്തിക്കാൻ പറ്റുമെങ്കിൽ കത്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രാർത്ഥന പുലർച്ചെ 5 മണിക്ക് അതൊരു സങ്കല്പം, ഉച്ചയ്ക്ക് 12:30 അങ്ങനെ വീണ്ടും ഒരു സങ്കല്പം വിളക്ക് കത്തിക്കണമെന്നില്ല. അതേപോലെ ഒരു 6:30 തൊട്ട് 7 മണി വരെ ആ സങ്കല്പം ചെയ്യുക. 6 മണിക്ക് നിലവിളക്ക് കത്തിച്ച് വെക്കുന്നതല്ല അതിൻ്റെ പ്രത്യേകത. 6:30 തൊട്ടാണ് ഇതിൻ്റെ 6:30 തൊട്ട് 7 മണി വരെയാണ് നമ്മൾ സങ്കല്പം. പിന്നെ പണ്ടുള്ളവരും എന്നിട്ടിരുന്ന് പല്ല് തേക്കുക, അവരിരുന്ന് മുറുക്കണോടുകൂടി പുലർച്ചെ 3 മണിയുടെ ആ സങ്കല്പം അവർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ 5 നേരത്തെ നിസ്കാരം പോലെ തന്നെ ഹിന്ദുക്കൾക്കും ഉണ്ട് 5 നേരത്തെ സങ്കല്പങ്ങൾ. അതറിയാതെ പോയത് കൊണ്ടല്ല, കർമ്മന്മാർ പറയുന്നത് നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാണ് നമുക്കത് അറിയാണ്ട് പോയത്. അതിനൊരു സംഘപരിവാറോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരോ ആരും വന്ന് നമ്മളെ ഹിന്ദുക്കളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കൾക്ക് നമ്മുടെ കാരണന്മാർ നന്നായിട്ട് ബുദ്ധി പ്രയോഗിച്ചവരും മുത്തപ്പന്മാർ അവർ സേവ പഠിച്ചവരായിരുന്നു മിക്ക ഹിന്ദു കുടുംബങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ഹിന്ദുക്കളും എന്ന് പറയുന്നവർ, അല്ലാണ്ട് എല്ലാ താഴ്ന്ന ഇതിൽപ്പെട്ടവരും മേൽക്കോയ്മയുള്ളവരും നമ്പൂതിരി തൊട്ട് ഏറ്റവും കാട്ടിൽ താമസിക്കുന്നവർക്ക് വരെ
മുപ്പന്മാരും അവരുടെ ചടങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഇന്ന് പൊട്ടിപ്പറപ്പിച്ച് പിന്നെ ഈ ആടിനെ വെട്ടലും മനുഷ്യക്കുരുതികൾ വരെ നടന്നിരുന്ന സ്ഥലത്ത് ഇന്നതെല്ലാം നിർത്തലാക്കിയതിന് ശേഷം മനുഷ്യകുരുതികളാണ് കൂടുതലും നടക്കുന്നത്. ആക്സിഡൻറ്റുകളിലും സമൂഹത്തിൽ വെട്ടിക്കൊല നടത്തുന്നതുമൊക്കെ ഈ ഓരോ കാലങ്ങളിൽ വന്നവർ അത് നിർത്തിവെച്ചു. അതിൻ്റെ പിന്നിൽ കുറേ സത്യങ്ങളില്ലാത്തതിനൊക്കെ വെട്ടിപ്പിടിപ്പിച്ച് കുറേ താന്ത്രികം പോയി മാന്ത്രികം പോയി നാമജപം പോയി ഇപ്പോൾ തോന്നിയ പോലെ. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് ഇത്രത്തോളം. പിന്നെ കുടുംബക്ഷേത്രങ്ങളുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ നമ്മൾ വർത്തമാനം പറയാതെയോ പ്രാർത്ഥന ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നു വെച്ചിട്ട് നമ്മൾ നാമജപം ചെയ്യാതിരിക്കരുത്. കാരണം അതൊരു സങ്കല്പ സത്യമാണ് നാമജപം. അത് നമ്മുടെ കുടുംബത്തിലും നാമജപം. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ നാളെ തൊട്ട് ശിവരാത്രി വരെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമല്ല അവിടെ. ആഗ്രഹത്തിനേക്കാൾ നല്ലത് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിക്ക് എനർജി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് ആ പ്രാർത്ഥന ചെയ്തിട്ട് എന്ത് കിട്ടിയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണ ബോഡിയുടെ എനർജി. ആ ബോഡിയുടെ എനർജിയാണ് നമ്മളെ നാളെ മനുഷ്യർക്ക് ആ ശരീരത്തിന് ബോഡിക്ക് മെഡിസിൻ മാത്രം പോരാ. നമ്മൾ പ്രാർത്ഥനകൾ ചെയ്തിട്ട് അതൊരു ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം നമ്മുടെ കുടുംബം ശുദ്ധിയായി കുടുംബത്തിലിരുന്ന് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ ചുറ്റുവട്ടത്തും ഉള്ള ഇതിന് നാമസങ്കീർത്തനം കൊണ്ടോ മന്ത്രജപം കൊണ്ടോ പിന്നെ ഈ ടി വിയിൽ കുറേ ആൾക്കാർ വന്ന് ഇന്ന് ആ മന്ത്രം ചൊല്ലി ഈ മന്ത്രം ചൊല്ലെന്ന് പറയുന്നത് ഒന്നും നമ്മൾ ഏറ്റെടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മുത്തപ്പൻ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ദേവി ആരാണെന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ ഏതാണ് ആ ശക്തികൾ എന്ന് 7 ശക്തികൾ എന്തായാലും ഓരോ കുടുംബക്ഷേത്രങ്ങളിലുണ്ട്. ആ ശക്തികളെ കഴിഞ്ഞിട്ടേ നമ്മൾ ഗ്രാമദേവതകളും ിലേക്ക് പോകുന്നു. പിന്നെ മറ്റുള്ളവർ പറയുന്ന ഓരോ മന്ത്രം നമുക്ക് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ നാളിനോ നമ്മുടെ കുടുംബത്തിനോ യോജിക്കാത്ത മന്ത്രങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവിടെ അഗ്നിബാധ വരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ടി വിയിൽ കാണുന്ന മന്ത്രങ്ങൾ ഓരോ ചാനലുകളിൽ വന്നിരുന്ന് പറയുന്ന മന്ത്രങ്ങളും ദക്ഷിണ മേടിക്കാതെ നേരിട്ട് സംസാരിക്കുന്ന മന്ത്രങ്ങളും നിങ്ങൾ സ്വീകരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഗുരുക്കന്മാർ തന്നെ ദീക്ഷ കൊടുത്തിട്ട് ഇപ്പം അവർ ചിറ്റിക്കളിച്ച് അവർക്കാകെ പ്രശ്നങ്ങളാണ്. കാരണം ഈ ഗുരുക്കന്മാർ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ജനങ്ങൾക്ക്. കാരണം കാലം മാറുകയല്ല, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം മാറിയിരിക്കുകയാണ്. ആ സാഹചര്യം നമ്മളെങ്ങനെ നമ്മളുടെ കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് തന്നെ അറിയാത്ത ഒരു സാഹചര്യങ്ങളാണ്. രോഗങ്ങൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ആരും വരുത്തിക്കൂട്ടുന്നതല്ല. സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും വന്നുകൂടുന്ന നമ്മുടെ കുട്ടികൾ, പുറത്ത് പഠിപ്പിക്കാൻ പോണ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആ ഒരു 65 വയസ്സായ ഒരു സ്ത്രീയാണ്. എന്നിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ യാത്ര ചെയ്യും, പ്ലെയിനിൽ കയറിയിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ത്യയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സഞ്ചരിച്ച വ്യക്തിയാണ്. പരമാവധി ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിനെ പറ്റിയിട്ടും മറ്റുള്ള ഓരോ യാത്രേനെ പറ്റിയിട്ടും കുടുംബത്തിനെ പറ്റിയിട്ടും ഞാൻ സംസാരിക്കാം. എനിക്ക് ഇപ്പം ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാണുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരു വല്ലാത്ത മാറ്റം വരും. നിങ്ങൾക്ക് പ്രാർത്ഥന ചെയ്യാൻ അറിയില്ലെങ്കിലും നിങ്ങൾ ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി പച്ചരി, 2 പൂവിട്ടിട്ട് ഒരു വിളക്കിൽ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിളക്കിൽ 2 തിരി ഇടാതിരിക്കുക. 3 തിരിയോ 5 തിരിയോ 1 തിരിയോ ഇട്ട് വിളക്ക് കത്തിക്കുക. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിയിട്ട് വിളക്ക് കത്തിക്കാതെ 3 തിരി കൂട്ടിയിടുകയോ 5 തിരി 5 ദിശയിലേക്കായിട്ട് ഇട്ടിട്ട് വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ ഈ സങ്കല്പം ചെല്ലുക. കാരണം പ്രപഞ്ചമായ ശക്തിയെ നാം എല്ലാം ആചരിക്കുന്ന ദൈവങ്ങളും കുടുംബകർണന്മാരും
എല്ലാ മക്കൾക്കും സൗഖ്യവും സമാധാനവും ശാന്തിയും പ്രകൃതിക്കും പ്രപഞ്ചത്തിനും വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് നാമം ജപിക്കാൻ അറിയില്ലെങ്കിലും ഈ 5 തിരിയിട്ട വിളക്കിൽ നിങ്ങൾ 5 മണിക്ക് ശേഷമോ 6 മണിക്ക് മുന്നായിട്ട് ഈ സങ്കല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസമല്ല, നിങ്ങൾക്ക് കുംഭം മാസം ശിവരാത്രി വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ വിളക്ക് കത്തിക്കുക. അത് ചെയ്തില്ലെങ്കിലും നാളത്തെ ഒരു ദിവസവും ശിവരാത്രി ഒരു ദിവസം ആദ്യം മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇത് ഞാൻ ഒരു എളിയ അഭ്യർത്ഥനയായിട്ട് ഞാൻ പല വിഷമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ള ഇതിൽ കൂടി ചിന്തിക്കാതെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രോഗമായി കിടക്കുന്ന അച്ഛനമ്മമാരോ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് അവരുടെ പ്രാണന് ആരോഗ്യം കിട്ടുവാനും മെഡിസിൻ കുറച്ച് കഴിക്കാനും വേണ്ടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ഉഷാ നാരായണൻ. മംഗളകരമായ എല്ലാ കാര്യങ്ങളും മംഗളകരമായി തീരട്ടെ. ഈ വീഡിയോ നിങ്ങൾ പറ്റാവുന്നിടത്തോളം ഷെയർ ചെയ്യുക. അതിന് ലൈക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിന് മറുപടി തരണമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏറ്റവും വിശേഷമായ ഒരു വീഡിയോ ആണ്. തദാതമസ്തു.